ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് ദിവസം വല്യമ്മൻ്റെ വീട്ടിലായിരുന്നു. അപ്പോൾ ഒന്ന് തിരിച്ചു പോവാണ്. അപ്പോൾ അതിനെ പറ്റിയുള്ള കാര്യങ്ങൾ നമുക്ക് ഇവരോട് ചോദിക്കാം. എൻ്റെ മനസ്സിൽ ചില പ്ലാനൊക്കെ ഉണ്ട്. ഞങ്ങൾ പോകുന്നതിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞോളൂ. പറയും ചേച്ചി ഭയങ്കരമായിട്ട് പേടിക്കുന്നു. ഇത് നമ്മുടെ തോമസ് അല്ലേ? ഈശ്വര പലിശ തോമസ്. ജയകുമാരായിട്ട് കാണിച്ചു കൊടുക്കാന്ന് ചിലപ്പോ കത്തും. യൂട്യൂബിൽ ഇരുന്ന് കത്തില്ല. ചേച്ചി ഭയങ്കര നാണത്തിലാണ്. പക്ഷെ ഇതിന്റെ ക്ലിപ്പ് ഞാൻ വൈകാണ്ടിരുന്നതാണ്. പറയൂ, ഞങ്ങൾ പോകുന്നതിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താ? ഇന്നത്തോടെ അവന്റെ ശല്യം അങ്ങ് തീരുമെന്ന് വിചാരിച്ചാ, അതിനു പകരം അവനങ്ങ് ഷൈൻ ചെയ്തു. കാര്യമായിട്ട് ഒരു ഗുമ്പിൽ പക്ഷേ വലിയ കാര്യങ്ങൾ. വലിയ കാര്യം എന്താ പറയാനുള്ളത്? എന്റെ മക്കൾ നേരെയായിട്ട് വന്നാൽ ഇതാണ് വലിയമ്മ. ഞാൻ പറഞ്ഞത് വലിയച്ഛൻ. അത് മറ്റേ ഏട്ടന്റെ വൈഫ് ഏട്ടത്തിയമ്മായിട്ട് വരും. വീണ്ടും നിങ്ങളോ? ഇതാണ് രണ്ടാമത്തെ ഏട്ടൻ. എന്തൊക്കെ പറയും. ഇത് ചേച്ചി ഭയങ്കര ശല്യമാണ്. ഇത് എന്റെ അനിയനാണ്. എടാ വിജയ, എന്താടാ ദാസ? ഞങ്ങൾ പോകുന്നതിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താ? ഭയങ്കര വിഷമാണ്. ഇത്ര ദിവസം ഇരുന്നിട്ട് ഇന്ന് പോണത് എനിക്ക് ഭയങ്കര സങ്കടമാണ്. എനിക്ക് ഭയങ്കര സങ്കടം. എപ്പോ വരും? തിരിച്ച് വരുന്ന സമയത്ത് വരും. നാറ്റ കേസ് തൽക്കാലം ആരോടും പറയണ്ട. പക്ഷെ വരുന്ന സമയത്ത് കത്ത്. ഓക്കെ, നമുക്ക് അടുത്ത വലിയമ്മനെ പിടിക്കാം. വലിയമ്മ, അയ്യോ ക്യാമറ എങ്ങനെ പിടിക്കണ്ടേ? ശരി, പറയും. നീ എന്താ ഇവിടെ? എന്റെ മകൻ നേരെയാകണം. അത് എന്ന് ക്ലീശ ഡയലോഗാണ്. നിങ്ങൾ കുറച്ച് മാറ്റി പിടിക്കും. മാറ്റി പിടിക്കും പറഞ്ഞ വേറെ നീ ഡയലോഗ് വേറെ എന്താ പറയാ? അവിടെ ഒരാള് ഒളിഞ്ഞു നിന്ന് വീണ്ടും നിങ്ങളോ? ഓക്കെ, നിങ്ങൾ പറയൂ. എന്താ പറയാ? എന്താ പറയണ്ടി? അച്ഛനമ്മനെ അന്വേഷിച്ചു. അതിപ്പോ ഞാൻ പറയണ്ട. പിന്നെ വേറെന്താണ്? വേറെന്താ പറയുന്നത് എനിക്കറിയില്ല. ഓക്കെ, നമ്മൾ ബാക്കി പോകുന്ന വഴി വീട്ടിൽ നോക്കാം. പോയിട്ട് പറയാം. ഇതാണ് എൻ്റെ ചേച്ചി അശ്വിനി. അപ്പോൾ അശ്വിനി പറയൂ, നമ്മൾ പോകുന്നതിനെ പറ്റിയുള്ള അഭിപ്രായം എന്താ? തിരിച്ച് നാട്ടിലേക്ക് പോകണം. ഇവിടെ കുറച്ച് ഒരു 10 ദിവസമായി ഇരിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ നമ്മൾ തിരിച്ചു പോകുന്നതിനെ പറ്റിയുള്ള അഭിപ്രായം പറയും. ഞാൻ നാട്ടിക്കും. അമ്മച്ചിയാണ് സത്യം. ഈ കുഞ്ഞു ബേബിയാ പറയുന്നത്. അടുത്ത എന്റെ ഇല്ലാത്ത ബുദ്ധിയിൽ ഒരു ഐഡിയ തോന്നുന്നുണ്ട്. ശരി, ഇത്ര ദിവസം ഇവിടെ ഇരുന്നില്ലേ, നീ എന്ത് എൻജോയ് ചെയ്ത്? ഞാൻ ഇരുന്നിട്ട് ഒരു 30 സിനിമ ഇരുന്ന് കണ്ടിട്ടുണ്ടാവും. സിനിമയാണ്. പിന്നെ വേറെ ഒന്നും കണ്ടില്ല. ചിറ്റിക കണ്ടില്ല. എന്ത്? ഇവിടെ ഒരു ഫെസ്റ്റിവൽ ഉണ്ടായിരുന്നു ഗൈസ്. അതിനെ പറ്റിയിട്ട് കുറച്ച് വീഡിയോ ക്ലിപ്പ് ഉണ്ട്. അത് നമ്മൾ ഇതിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. ഇപ്പൊ വരാം. തലയ്ക്ക് സുഖമാണ്. അപ്പൊ ഞങ്ങളൊക്കെ പോവാണ്. അപ്പൊ നിങ്ങൾക്ക് അതിനെ പറ്റിയുള്ള അഭിപ്രായം പറയും. ഇന്നാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള ദിവസം. കുറച്ച് സങ്കടമുണ്ട്. എന്താ ഇപ്പൊ പെട്ടെന്ന് പോകുന്നതല്ല, 10 ദിവസമായി വന്നിട്ട്. അപ്പൊ നാട്ടിൽ അതിൻ്റെതായിട്ടുള്ള പണിയൊന്നും ഇല്ലെങ്കിലും അവിടെയും വെറുതെ ഇരിക്കല്ലേ. അപ്പൊ അതിൻ്റെതായിട്ടുള്ള എന്നാലും കുറച്ച് ദിവസം നിന്നിട്ട് പോവായിരുന്നു. എന്താ ഉദ്ദേശിച്ചത്? ചേച്ചിനെ പറ്റി ഒരു വീഡിയോ ചെയ്യണം വിചാരിച്ചാണ്. നീ ചെയ്തില്ലല്ലോ. പക്ഷെ ടൈം കിട്ടില്ല. ചേച്ചി വർക്കിനിടെ ഇവിടെ ഈ നാട്ടിലെ ഏറ്റവും വലിയ ബ്യൂട്ടി അല്ല മറ്റേ ബ്യൂട്ടീഷ്യനില്ലേ, ബ്യൂട്ടീഷ്യനാണ് ഇവിടെ നിൽക്കുന്നത്. ഇവിടുത്തെ എന്താണ് മറ്റേ ഈ സ്ഥലത്തിന് വേണ്ട. ഒരാണും പെണ്ണ് സംസാരിക്കുന്നതിനിടയ്ക്ക് ഡോയ് കൂയിന്നൊന്നും ഒച്ചുണ്ടാക്കരുത്. ബോസ് കണ്ടിന്യൂ. താങ്ക് യു. ഉടുവല്ലപ്പേട്ടയിലെ ഏറ്റവും നമ്പർ 1 ബ്യൂട്ടി പാർലറാണെന്ന് നിങ്ങൾക്ക് നെറ്റിൽ നോക്കി കാണും. ചില നേരത്തെ സത്യങ്ങൾ നുണയായിട്ടേ മറ്റുള്ളവർക്ക് തോന്നും. ഫ്രീ പ്രൊമോഷനാണ്. ഈ ആയാലും എനിക്ക് അത്ര വിശ്വാസമില്ല കേട്ടോ. ആടന്റെ പേര് അനു എന്നാണ്.
ഈ കടന്റെ പേര് അനു എന്നാണ് guys. അനു ബ്യൂട്ടി കെയർ. അനു ബ്യൂട്ടി കെയർ. ഇതിന് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. നിന്ന് നിനക്ക് ഞാൻ വച്ചിട്ടുണ്ടോ അപ്പൊ guys, വണ്ടി എടുത്തിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ കൂടെ ആരാന്നുള്ളത് വെച്ചാൽ സൗന്ദര്യ ചേച്ചി. വീണ്ടും നിങ്ങളോ? മറ്റേ ഈ ഉടുമലപ്പേട്ടയിലെ നമ്പർ 1 ഡെന്റൽ ക്ലിനിക്കിലെ നഴ്സാണ്. പിന്നെ അശ്വനി ചേച്ചി ഇതാ വണ്ടി വലിയച്ഛൻ വണ്ടി ഓടിക്കുന്നുണ്ട്. അപ്പുറത്ത് വലിയമ്മ വെറുതെ നോക്കിയിരിക്കുന്നുണ്ട്. നീ എന്തൊക്കെയാടാ ഈ കാണിച്ചു കൂട്ടുന്നേ? വണ്ടി നല്ലപോലെ ഓടുന്നുണ്ട് ഗൈസ്. സ്റ്റിയറിംഗ് ഒക്കെ തിരിച്ചിട്ടൊക്കെയാണ് ഓട്ടണത്. അല്ല എന്നാലും പറയണമല്ലോ കാര്യങ്ങളൊക്കെ. അതാണ് ഇപ്പൊ വലിയ കാര്യം. ചോറ് വേണ്ട പറഞ്ഞോ? എന്താ പറയാ എന്തെങ്കിലും കഴിക്കാന്നാ പറയുന്നത്. അപ്പൊ അതിനെ പറ്റി നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ചോദിക്കും. എന്ത് കഴിക്കാന്നു എന്തെങ്കിലും കഴിക്കും. വട വടയും ചായയും. അത് വെച്ചിട്ടാണ് ശരി. എന്തായാലും വടി ഓക്കെ. അപ്പൊ ഇനി ഇതിന്റെ ക്ലിപ്പുകൾ ഇനി ഇടയ്ക്കിടയ്ക്ക് വരുന്നതായിരിക്കും. ഞാനുണ്ടാവുന്നു. അതെന്താ? അത് കുഴപ്പമില്ല. ഞാൻ എഡിറ്റ് വിടാം. ഓക്കെ. അപ്പോൾ നമ്മളങ്ങനെ നാട്ടിലെത്തിയിരിക്കുകയാണ്. പിന്നെ വരുന്ന വഴിക്കുള്ള ക്ലിപ്പും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം വഴിയിൽ ഫുള്ള് ട്രാഫിക്കും കാര്യമായിരുന്നു. അപ്പോൾ തിരക്കുള്ള റോഡും തിരക്കിപ്പെട്ട ഞാനും. അപ്പോൾ ഓക്കെ, ബൈ.